ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ തേർഡ് ഡേ ഓഫ് വെയിറ്റ് ലോസ് ചലഞ്ച്. ഇന്നത്തെ എന്റെ വെയിറ്റ് 59.7 ആണ്. ഇന്നലെ 60.1 കിലോഗ്രാം ആയിരുന്നു. രാവിലെ തന്നെ ഞാൻ എന്റെ ടാബ്ലറ്റ് ആണ് കഴിച്ചത്. ചെറിയ ചൂടുവെള്ളത്തിലാണ് കഴിച്ചത്. നോർമൽ വെള്ളം ചൂടാക്കി എന്റെ ടാബ്ലറ്റ് കഴിച്ചു. അതിനുശേഷം ഞാൻ എന്റെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണ് എടുക്കുന്നത്. അതായത് എന്റെ ഡീടോക്സ് ഡ്രിങ്ക്. അത് പെരുംജീരകം, ഉലുവ, ജീരകം തിളപ്പിച്ച വെള്ളമാണ്. അത് ചെറിയ ചൂടോടുകൂടി ടാബ്ലറ്റ് കഴിച്ച് ഹാഫ് ആൻ അവറിന് ശേഷം അതാണ് ഞാൻ കുടിക്കുന്നത്. അത് കുടിച്ച് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇന്ന് ചപ്പാത്തിയും എഗ്ഗ് കറിയും അതുപോലെ കൂൺ കറിയുമാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നത്. അത് കഴിഞ്ഞ് ഒരു 11-11:30 ആയപ്പോൾ ഒരു ആപ്പിളാണ് കഴിച്ചത് മിഡ് സ്നാക്ക് ആയിട്ട്. ഈ മിഡ് സ്നാക്ക് കഴിഞ്ഞ് ഒരു 1 o'clock കൂടി നമ്മൾ നമ്മുടെ ലഞ്ച് കഴിച്ചു. ചോറ്, സാമ്പാർ, ക്യാബേജ് തോരൻ, പൈനാപ്പിൾ കറി ആൻഡ് വെജിറ്റബിൾസ് ആണ് കഴിച്ചത്. അതിനുശേഷം ഒരു 4 മണി ആയ സമയത്ത് ഞാൻ ഒരു 5 ബദാം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അത് പീൽ ചെയ്ത് കഴിച്ചു. രാത്രി ഞാൻ റാഗിയും ചെറുപയർ പൊടിയും കൂടിയിട്ട് ഒരു സ്മൂത്തിയാണ് അടിക്കുന്നത്. ഇപ്പൊ ഞാൻ എല്ലാം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കുറുക്കിയെടുക്കും. അതിനുശേഷം അതിലേക്ക് പാലൊഴിച്ചു. പാലൊഴിച്ച് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് കുറുക്കിയെടുക്കുക. നന്നായിട്ട് കുറുകി വരുമ്പോൾ അത് തണുക്കാനായിട്ട് അനുവദിക്കുക. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ബനാന, നോർമൽ ബനാനയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ റോബസ്റ്റ് പഴം എന്ന് പറയും. അതുപോലത്തെ ഒരു പഴവും അതുപോലെ 2 ഡേറ്റ്സും മധുരത്തിന്, നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് എടുത്തതിന് ശേഷം ഈ ഡേറ്റ്സിലെ കുരുവൊക്കെ മാറ്റി അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് പഴവും ഡേറ്റ്സും ഈ കുറുക്കി വെച്ചിട്ടുള്ള ഈ മിശ്രിതവും കൂടി ചേർത്ത് നല്ലോണം സ്മൂത്തി ആയിട്ട് അടിച്ചെടുക്കുക. ഒരു ഗ്ലാസ്സിൽ ഞാൻ ബേസിൽ സീഡ്സ് കുതിർത്ത് വെച്ചിരുന്നു. അതിലേക്ക് ഈ സ്മൂത്തി ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഇതാണ് ഞാൻ ഡിന്നറായിട്ട് കഴിച്ചത്. വളരെ ഫില്ലിംഗ് ആണ്. നല്ലപോലെ അയൺ, കാൽഷ്യം, പ്രോട്ടീൻ ഉള്ള ഡിന്നറാണിത്. ഇനി നാളെ നമുക്ക് 4th ഡേയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.